എല്ലാവർക്കും അറിയാവുന്നതുപോലെ റഷ്യയും ചൈനയും തമ്മിൽ അത്യാവശ്യം നല്ല സൗഹൃദമുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡഡ് ആയിട്ടുള്ള രാജ്യങ്ങളുമാണ്. അതുപോലെ തന്നെ റഷ്യ ഇന്ത്യയുടെയും ഏറ്റവും അടുത്ത സുഹൃത്താണ്. തുർക്കിയുമായിട്ടും റഷ്യയ്ക്ക് നല്ല ബന്ധമുണ്ട്. എന്നാൽ തുർക്കിക്കും ചൈനയ്ക്കും റഷ്യയുടെ ഭാഗത്ത് നിന്ന് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് എന്ന് ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളിലൊന്നും ഇത് വാർത്തയായി ഇതുവരെ വന്നിട്ടില്ല, കാരണം സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല ഇപ്പോഴും. പക്ഷേ ഡിഫൻസുമായി ബന്ധപ്പെട്ടുള്ള വൃത്തങ്ങളിൽ ഇങ്ങനത്തെ ഒരു വാർത്ത പ്രചരിക്കുന്നുണ്ട്. അതിന് ചില കാരണങ്ങളുണ്ട്. റഷ്യയുടെ കൈവശമുള്ള S-400 മിസൈൽ സിസ്റ്റം ഏതാനും ചില രാജ്യങ്ങൾക്ക് റഷ്യ നൽകിയിട്ടുണ്ട്. അങ്ങനെ റഷ്യ നൽകിയിട്ടുള്ള രാജ്യങ്ങളാണ് ചൈന, ഇന്ത്യ, തുർക്കി, ബെലാറസ് എന്നീ രാജ്യങ്ങൾ. പ്രധാനമായിട്ടും ഈ രാജ്യങ്ങൾക്കാണ് റഷ്യ അവരുടെ S-400 നൽകിയിട്ടുള്ളത്. ഇന്ന് ലോകത്ത് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു എയർ ഡിഫൻസ് സിസ്റ്റം ആണല്ലോ S-400. അപ്പൊ ഇത് തുർക്കി, ചൈന, ഇന്ത്യ, ബെലാറസ്, അതിൽ ബെലാറസ് റഷ്യയുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള രാജ്യമാണ്. സോ അതിനെ നമുക്ക് വിടാം. ഇത് മാറ്റിക്കഴിഞ്ഞാൽ ഇന്ത്യ, ചൈന, തുർക്കി ഈ മൂന്ന് രാജ്യങ്ങളുടെ കയ്യിലും ഇതുണ്ട്. എന്നാൽ പാകിസ്ഥാന്റെ കൈവശം S-400 ഇല്ല. അതിനോടൊപ്പം അതിന്റെ പകുതി പോലും അതിനോട് അടുത്ത് നിൽക്കുന്ന ഒരു എയർ ഡിഫൻസ് സിസ്റ്റം അവരുടെ കയ്യിലില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഏതെങ്കിലും ഒരു കാരണവശാൽ നടക്കുകയാണെങ്കിൽ ഇന്ത്യ ഉറപ്പായിട്ടും S-400 പാകിസ്ഥാനെതിരെയും നമ്മൾ വിന്യസിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാൻ അയക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ അടക്കം അനായാസം S-400 തടയാൻ കഴിയുമെന്നാണ് പ്രതിരോധ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഈ സാഹചര്യത്തിൽ ചൈനയും പാകിസ്ഥാനും തമ്മിൽ അതീവ രഹസ്യമായിട്ടുള്ള ഒരു ചർച്ച നടന്നുവെന്നും അതിൽ ഒരു പക്ഷേ യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ S-400 ബന്ധപ്പെട്ട സുപ്രധാനപ്പെട്ട ചില ഡേറ്റകൾ ചൈന പാകിസ്ഥാന് നൽകാമെന്ന് സമ്മതിച്ചതായും ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു S-400 എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഏത് തരത്തിലുള്ള ആക്രമണങ്ങളെ S-400 പ്രതിരോധിക്കാൻ കഴിയും, S-400 പ്രതിരോധിക്കാൻ കഴിയാത്ത ആക്രമണങ്ങൾ ഏതൊക്കെയാണ്, ഏത് തരം മിസൈലുകളെയൊക്കെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ S-400 വീക്ക്നെസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിന്റെ വീക്കായിട്ടുള്ള പാർട്സ് എന്തൊക്കെയാണ്, അതിന്റെ ഡിഫൻസ് സംവിധാനത്തിനെ എങ്ങനെ ഓവർകം ചെയ്യാം, ഇതുമായി ബന്ധപ്പെട്ട് അതിന്റെ പെർഫോമൻസ്, ടൈമിങ്, ഒരേ സമയത്ത് എത്ര മിസൈലുകൾ അതിന് ഉപയോഗിക്കാനായിട്ട് കഴിയും, എത്ര ടാർഗറ്റുകളെ തകർക്കാൻ കഴിയും, എത്ര ദൂരെയുള്ള ടാർഗറ്റുകളെ തകർക്കാൻ കഴിയും, അത് നമ്മുടെ സോഷ്യൽ മീഡിയയിലും വാർത്താ മാധ്യമങ്ങളിലും ഒക്കെ വന്നതിനേക്കാൾ ഉപരിയായിട്ട് കൃത്യമായിട്ടുള്ള ഡേറ്റകൾ നൽകാമെന്ന് പാകിസ്ഥാന് ചൈന ഉറപ്പ് കൊടുത്തതായിട്ടാണ് സൂചന. ഇവിടെയാണ് നമ്മുടെ റഷ്യ ഇടപെട്ടിരിക്കുന്നത്. കാരണം റഷ്യക്ക് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രതിസന്ധി ഇത് ഉണ്ടാക്കും. അപ്പോൾ ഇവിടെ ഓൾറെഡി ചൈനയും നമ്മുടെ പാകിസ്ഥാനും തമ്മിൽ ചർച്ച നടന്നിട്ടുണ്ട്. തുർക്കിയും പാകിസ്ഥാനും തമ്മിൽ സമാനമായ ഡേറ്റകൾ ഷെയർ ചെയ്യപ്പെടാനുള്ള സാധ്യതകളുമുണ്ട്. അതുകൊണ്ട് തന്നെ റഷ്യൻ ഒഫീഷ്യൽസ് വളരെ കൃത്യമായിട്ട് ചൈനയ്ക്കും തുർക്കിക്കും ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടെന്നും ഒരു കാരണവശാലും S-400 ബന്ധപ്പെട്ട യാതൊരു ഡേറ്റയും മറ്റൊരു രാജ്യത്തിന് കൈമാറാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുമാണ് സൂചന. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇന്ത്യയോടുള്ള ഒരു സ്നേഹം കൊണ്ട് എന്ന് പറയുന്നതിനോടൊപ്പം, അല്ലെങ്കിൽ അതിലുപരിയായിട്ട് റഷ്യക്ക് മറ്റൊരു പ്രശ്നം ഇതുണ്ടാക്കും. കാരണം റഷ്യ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് S-400. അതിന്റെ അടുത്ത വെർഷനായിട്ടുള്ള 500 അവർ ഇപ്പോൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷെ എങ്കിലും ഇന്ന് പ്രാബല്യത്തിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും മികച്ചത് ഇപ്പോഴും S-400 ആണ്. S-500 കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ ആ ഒരു പൊസിഷനിലേക്ക് വരും. എന്തായാലും S-400 എന്ന് പറയുന്ന ഒരു എയർ ഡിഫൻസ് സിസ്റ്റം ഇന്ത്യയുടെ കയ്യിൽ ഇരിക്കുമ്പോൾ അതിനെ പാകിസ്ഥാനെ പോലത്തെ ഒരു രാജ്യത്തിന് മറികടക്കാൻ കഴിയുകയാണെങ്കിൽ, അതായത് S-400 ഇല്ലാത്ത താരതമ്യേന ദുർബലമായ ഒരു രാജ്യത്തിന് S-400 എയർ ഡിഫൻസ് സിസ്റ്റത്തിനെ മറികടക്കാൻ കഴിയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും റഷ്യൻ ടെക്നോളജിയുടെ പോരായ്മകൾ അത് വീണ്ടും ചർച്ചയാക്കും. വേറെ ആരും പിന്നെ റഷ്യയുടെ കയ്യിൽ നിന്ന് ഇത് വാങ്ങാൻ തയ്യാറാവില്ല. കാരണം തുർക്കിയും ചൈനയും ഒക്കെ ഇത്തരത്തിൽ മറ്റു രാജ്യങ്ങൾക്ക് ഡേറ്റ ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ധൈര്യത്തിൽ ആര് വാങ്ങാനാണ്? ഇത് വാങ്ങിയതുകൊണ്ട് എന്ത് പ്രയോജനമാണ്? എത്ര നല്ലതെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. മറ്റൊന്നെന്ന് പറയുന്നത് ഇന്ത്യ റഷ്യ ബന്ധത്തെ അത് വളരെ മോശമായി ബാധിക്കും. എന്ന് വെച്ചാൽ ചൈനയ്ക്ക് റഷ്യ കൊടുക്കുന്ന ഒരായുധങ്ങളും ഇന്ത്യ വാങ്ങാതെയാവും. ചൈന, തുർക്കി പോലെയുള്ള രാജ്യങ്ങൾക്ക് റഷ്യ ആയുധങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ആയുധം ഇന്ത്യ വാങ്ങില്ല. ഇന്ത്യ കൂടുതലും ഫ്രാൻസിൽ നിന്നും അമേരിക്കയിൽ നിന്നുമൊക്കെ ആയുധങ്ങൾ വാങ്ങാൻ നിർബന്ധിതമാകും. അപ്പൊ ഇന്ത്യയെ പോലെ റഷ്യയുടെ പരമ്പരാഗതമായിട്ടുള്ള സുഹൃത്ത്, ഡിഫൻസ് പാർട്ണർ ആയിട്ടുള്ള, അവരുടെ ഏറ്റവും വലിയ കസ്റ്റമർ ആയിട്ടുള്ള ഒരു രാജ്യത്തെ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ റഷ്യ തയ്യാറാവുകയില്ല. അതുകൊണ്ടാണ് ചൈനയ്ക്കും തുർക്കിക്കും ഇപ്പോ റഷ്യ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്, ഒരു കാരണവശാലും S-400 ബന്ധപ്പെട്ട ഒരു ഡേറ്റകളും കൈമാറാൻ പാടില്ല എന്ന്. റഷ്യൻ ആയുധങ്ങളുമായി ബന്ധപ്പെട്ട വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും ഡേറ്റകളും റഷ്യയുടെ ആയുധങ്ങൾ ഉപയോഗിക്കാത്ത
അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിനും കൈമാറാൻ കഴിയില്ല, അല്ലെങ്കിൽ അങ്ങനെ പാടില്ല എന്നാണ് ഇപ്പോൾ റഷ്യ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതനുസരിക്കുകയല്ലാതെ ചൈനയ്ക്കും തുർക്കിക്കും വേറെ വഴിയില്ല. കാരണം ഈ S-400 ഉൾപ്പെടെയുള്ള ഈ ആയുധങ്ങളുടെ ഫ്യൂച്ചർ അപ്ഡേഷൻസ്, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവർക്ക് ഇനിയും റഷ്യ ആവശ്യമാണ്. മറ്റൊന്ന്, റഷ്യയെ പിണക്കാൻ ഒരിക്കലും ചൈനയൊന്നും തയ്യാറാവുകയില്ല എന്നതുകൂടിയാണ്. റഷ്യയുടെ സ്ട്രെങ്ത് എന്താണെന്നുള്ളത് ചൈനയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഈ S-400മായി ബന്ധപ്പെട്ട ഡേറ്റകൾ ചൈനയും തുർക്കിയും പാകിസ്ഥാനുമായി പങ്കുവയ്ക്കാനുള്ള സാധ്യത നിലവിൽ വളരെ കുറവാണ്. ഇനി അങ്ങനെ സംഭവിച്ചാൽ അത് റഷ്യയുമായിട്ടുള്ള ആ രാജ്യങ്ങളുടെ ബന്ധത്തെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കുമെന്നാണ് സൂചന. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.